മഴക്കെടുതി അതിരൂക്ഷമാണ്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് കനത്ത മഴ ഏറെ നാശം വിതച്ചത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 2 മരണം റിപ്പോർട്ട് ചെയ്തു. പലയിടത്തും വൻമരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തൃശ്ശൂരിൽ പ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ ഇളകി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ മതിൽ വെള്ളപ്പാച്ചിലിൽ ഇടിഞ്ഞു വീണു. കടലാക്രമണത്തെ തുടർന്ന് കാസർഗോഡ് പുലിമുട്ടിലിടിച്ച് മീൻപിടുത്ത ബോട്ട് തകർന്നു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ കോട്ടയം പാലായിൽ ചെക്ക് ഡാം തുറക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾ മുങ്ങി മരിച്ചു. കരൂർ സ്വദേശി ഉറുമ്പിൽ രാജുവാണ് മരിച്ചത്. കോഴിക്കോട് വസ്ത്രം അലക്കുന്നതിനിടെ കാൽ വഴുതി കനാലിൽ വീണ വയോധികയും മരിച്ചു. തൃശൂരിൽ സ്വരാജ് റൌണ്ടിന് സമീപവും പൂങ്കുന്നത്തും വൻമരങ്ങൾ കടപുഴകി 2 പെട്ടി ഓട്ടോറിക്ഷകളും 1 കാറും ബൈക്കും തകർന്നു. ഇരുപാതകളിലും ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതോടെ ഏനാമാവ് ബണ്ട് പൊളിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലും മരം വീണു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറയും കനത്ത മഴയിൽ തകർന്നു. അപകട ഭീഷണിയിലായ വിദ്യാർത്ഥി കോർണർ ഉടൻ പുനർനിർമ്മിക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശനൻ അറിയിച്ചു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വളരെ പങ്കുള്ള ഒരു വളരെ ലാൻഡ്മാർക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് പുനർനിർമ്മിക്കണം. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ കയറി. കാസർഗോഡ് ശക്തമായ മഴയിൽ പുലിമുട്ടിലിടിച്ച മീൻപിടുത്ത ബോട്ട് തകർന്നു. നീലേശ്വരം തൈക്കടപ്പുറത്ത് പുഴയിൽ നങ്കൂരമിട്ട കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത്. ആലപ്പുഴ തുറവൂരിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മന്ത്രി P. പ്രസാദ് നിർദ്ദേശം നൽകി. കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തോട്ടപ്പള്ളി പൊഴിമുറിക്കാനും തീരുമാനമായി. ബേപ്പൂരിൽ കടലിലകപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ ടീം രക്ഷിച്ചു. തിരുവനന്തപുരം പാറശാല ഗാന്ധി പാർക്കിന് സമീപം മരം കടപുഴകി വീണ കാറും ബൈക്കും തകർന്നു. കോന്നി മെഡിക്കൽ കോളേജിലെ 4 വരി പാതയിലേക്ക് വീണ്ടും പാറക്കഷ്ണം ഇടിഞ്ഞു വീണു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. നമ്മൾ കൊച്ചിയിലേക്കാണ് വരുന്നത്. കനത്ത മഴയിൽ കൊച്ചിയിൽ ഇന്നും പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കളമശ്ശേരിയിൽ ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം കാക്കനാട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനം പാളിയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ സമ്മതിച്ചു. മഴക്കാല പുഴ ശുചീകരണത്തിലെ പാളിച്ചയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. രാത്രി മുതൽ നിർത്താതെ പെയ്ത ശക്തമായ മഴയിൽ കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും വെള്ളം കയറി. ഉച്ചയോടെ മഴ മാറി നിന്നിട്ടും കലൂർ സ്റ്റേഡിയം റോഡ്, KSRTC സ്റ്റാൻഡ്, ഇടപ്പള്ളി സിഗ്നൽ എന്നിവിടങ്ങളിൽ വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. കളമശ്ശേരി നഗരസഭാ വാർഡ് 25-ൽ 15-ലധികം വീടുകളിൽ വെള്ളം കയറി. ആലുവ പുളിഞ്ചോട്ടിൽ ദേശീയപാതയിൽ വെള്ളം കയറിയത് ഗതാഗതം ദുസ്സഹമാക്കി. ഡ്രെയിനേജ് സംവിധാനത്തിന്റെ പാളിച്ചയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. അപ്പോൾ ഒരേ സമയം പെയ്യുന്ന മഴയുടെ അളവ് കൂടുതലായാൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ നമുക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അപൂർവമായിട്ടുണ്ടാകുന്ന ക്വാണ്ടിറ്റിയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ പാളിച്ചയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഒരിടത്തും നടന്നിട്ടില്ല. ഞാൻ പറയും, ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഇൻഎഫിഷ്യൻസിയാണ്, കെടുകാര്യസ്ഥതയാണ് ഗവൺമെന്റിന്റെ മുഖമുദ്ര. ജൂൺ മാസത്തിൽ കേരളത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 7 ടീമുകൾ എത്തുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. 24 കൊച്ചി. അതേസമയം കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി ഹോട്ട്സ്പോട്ടുകളായ കാനകൾ ശുചീകരിച്ച് ഉറപ്പുവരുത്താൻ കളക്ടർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മുല്ലശ്ശേരി കനാലിലെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കണം. മഴ പെയ്താൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന 15ഓളം സ്ഥലങ്ങളുണ്ട്. നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പ്രവർത്തനങ്ങളുടെ കൃത്യമായ നിരീക്ഷണത്തിന് ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി, അമിക്കസ് ക്യൂറി എന്നിവരെ അഭിനന്ദിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോടതിയുടെ ഇടപെടലില്ലാതെ തന്നെ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി,
കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്നു. മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത്. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് തുടരുകയാണ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്രമായി നാളെ ഇത് ചുഴലിക്കാറ്റായി മാറിയേക്കും. ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഒമാൻ നിർദ്ദേശിച്ച റമാൽ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ഞായറാഴ്ചയോടെ ഇത് കര തൊടും.